എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ആർക്കാണ് 2025 സമാധാനത്തിലുള്ള നോബൽ സമ്മാന പുരസ്കാരം ലഭിച്ചത്? ആർക്കാണ് 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാന പുരസ്കാരം ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി, മറിയ കൊറീന. മറിയ കൊറീനക്കാണ് 2025 സമാധാനത്തിലുള്ള നോബൽ സമ്മാന പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി. ആൻസർ ഓപ്ഷൻ സി, CP രാധാകൃഷ്ണൻ. CP രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ നിലവിലത്തെ ഉപരാഷ്ട്രപതി. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ. ആൻസർ ഓപ്ഷൻ ഡി, മോഹൻലാൽ, അടൂർ ഗോപാലകൃഷ്ണൻ. മോഹൻലാലിനും അടൂർ ഗോപാലകൃഷ്ണനുമാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ. യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ 2022 ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപം ഗർഭ ഏത് സംസ്ഥാനത്തിൽ നിന്നാണ്? യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ 2022 ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപം ഗർഭ ഏത് സംസ്ഥാനത്തിൽ നിന്നുള്ളതാണ്? ആൻസർ ഓപ്ഷൻ സി, ഗുജറാത്ത്. ഗുജറാത്തിൽ നിന്നുള്ള നൃത്തരൂപമാണ് ഗർഭ. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ, നെടുങ്കണ്ടം. നെടുങ്കണ്ടത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര് എന്താണ്? പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി, ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂർ ആണ് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര്. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം. ആൻസർ ഇന്ത്യ. ഇന്ത്യയാണ് 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കളായ രാജ്യം. 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് അർഹരായവരെ കണ്ടെത്തുക. 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് അർഹരായവരെ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി, 2, 4, 5. 2 മേരി ഇ ബ്രാൻകോവ്. 4 ഫ്രെഡ് റാംസ്ഡെൽ. 5 ഷിമോൺ സക്കാഗുച്ചി. അപ്പോൾ ആരൊക്കെയാണ്? മേരി ഇ ബ്രാൻകോവും ഫ്രെഡ് റാംസ്ഡെല്ലും ഷിമോൺ സക്കാഗുച്ചിയുമാണ് 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് അർഹരായവർ. ഇസ്രയേൽ പാലസ്തീൻ സംഘർഷഘട്ടത്തിൽ ഇസ്രയേലിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ റെസ്ക്യൂ പ്രവർത്തനം ഏതാണ്? ഇസ്രയേൽ പാലസ്തീൻ സംഘർഷഘട്ടത്തിൽ ഇസ്രയേലിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ റെസ്ക്യൂ പ്രവർത്തനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഓപ്പറേഷൻ അജയ്. ഓപ്പറേഷൻ അജയ് ആണ് ഇസ്രയേൽ പാലസ്തീൻ സംഘർഷഘട്ടത്തിൽ ഇസ്രയേലിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ റെസ്ക്യൂ പ്രവർത്തനം. ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ്? ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, BR ഗവായ്. BR ഗവായ് ആണ് ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത്. ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ്? ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് സൂര്യകാന്ത്. ജസ്റ്റിസ് സൂര്യകാന്താണ് ഇന്ത്യയുടെ നിലവിലത്തെ ചീഫ് ജസ്റ്റിസ്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചരണ പരിപാടി ഏതാണ്? കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധനത്തിനും പ്രധാനം നൽകുന്ന പ്രചാരണ പരിപാടി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ആരോഗ്യം ആനന്ദം. ആരോഗ്യം ആനന്ദമാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി.
താഴെ പറയുന്ന പ്രസ്താവനകളിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. താഴെ പറയുന്ന പ്രസ്താവനകളിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി 1ഉം 3ഉം തെറ്റാണ്. 1. വിഴിഞ്ഞം തുറമുഖം 2025 മെയ് 3 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. 3. വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ ആദ്യ മദർഷിപ്പ് ഷെൻഹുവ ആയിരുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ ശരി ഉത്തരം നോക്കാം. വിഴിഞ്ഞം തുറമുഖം 2025 മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത്. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് MV സാൻ ഫെർണാണ്ടോ. 49ാമത് വയലാർ സാഹിത്യ അവാർഡ് 2025 നേടിയ തപോമയുടെ അച്ഛൻ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? 49ാമത് വയലാർ സാഹിത്യ അവാർഡ് 2025 നേടിയ തപോമയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ സന്തോഷ് കുമാർ. സന്തോഷ് കുമാറാണ് തപോമയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചത്. 2025 നവംബർ 2 ISRO ഭ്രമണപഥത്തിൽ എത്തിച്ച സ്പേസ് ക്രാഫ്റ്റ് CMS-03യുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക. 2025 നവംബർ 2 ISRO ഭ്രമണപഥത്തിൽ എത്തിച്ച സ്പേസ് ക്രാഫ്റ്റ് CMS-3യുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ 1ഉം 3ഉം. 1. LVM-3 എന്ന വിക്ഷേപണ റോക്കറ്റാണ് ഇതിനായി ഉപയോഗിച്ചത്. LVM-3 എന്ന വിക്ഷേപണ റോക്കറ്റാണ് ഇതിനായി ഉപയോഗിച്ചത്. 3. ഇതൊരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക. ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി 2ഉം 3ഉം. 2. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക. 3. സർക്കാർ ആശുപത്രികളിൽ രോഗി സൗഹൃദ പരിചരണം ഉറപ്പാക്കുക. അപ്പോൾ ഏതൊക്കെയാണ്? സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക, സർക്കാർ ആശുപത്രികളിൽ രോഗി സൗഹൃദ പരിചരണം ഉറപ്പാക്കുക എന്നതാണ് ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ. പിങ്ക് റിബൺ ഏത് രോഗത്തിന്റെ ബോധവൽക്കരണ പ്രതീകമാണ്? പിങ്ക് റിബൺ ഏത് രോഗത്തിന്റെ ബോധവൽക്കരണ പ്രതീകമാണ്? ആൻസർ ഓപ്ഷൻ ബി സ്തനാർബുദം. സ്തനാർബുദത്തിന്റെ ബോധവൽക്കരണ പ്രതീകമാണ് പിങ്ക് റിബൺ. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന മരണാനന്തര അവയവദാന പദ്ധതി ഏതാണ്? കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കി വരുന്ന മരണാനന്തര അവയവദാന പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി മൃതസഞ്ജീവനി. മൃതസഞ്ജീവനിയാണ് കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന മരണാനന്തര അവയവദാന പദ്ധതി. താഴെ തന്നിരിക്കുന്നവയിൽ കേരള ഗവൺമെന്റിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ കേരള ഗവൺമെന്റിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി സുകൃതം. സുകൃതമാണ് താഴെ തന്നിരിക്കുന്നവയിൽ കേരള ഗവൺമെന്റിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി. പി സച്ചിദാനന്ദന്റെ ഏത് നോവലിനാണ് കഥാപാത്രങ്ങൾക്ക് പേര് നൽകാത്തത്? പി സച്ചിദാനന്ദന്റെ ഏത് നോവലിനാണ് കഥാപാത്രങ്ങൾക്ക് പേര് നൽകാത്തത്? ആൻസർ ഓപ്ഷൻ എ മരണ സർട്ടിഫിക്കറ്റ്. പി സച്ചിദാനന്ദന്റെ മരണ സർട്ടിഫിക്കറ്റ് എന്ന നോവലിനാണ് കഥാപാത്രങ്ങൾക്ക് പേര് നൽകാത്തത്. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം സംസ്ഥാനത്തിലെ അംഗപരിമിതർക്ക് എത്ര രൂപയാണ് വാർഷിക ചികിത്സാ സഹായം ലഭിക്കുന്നത്? നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം സംസ്ഥാനത്തിലെ അംഗപരിമിതർക്ക് എത്ര രൂപയാണ് വാർഷിക ചികിത്സാ സഹായം ലഭിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി 1 ലക്ഷം. 1 ലക്ഷം രൂപയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം സംസ്ഥാനത്തിലെ അംഗപരിമിതർക്ക് ലഭിക്കുന്നത്. കേരളത്തിൽ MC ജോസഫൈന് തൊട്ടുമുൻപ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തി ആരാണ്? കേരളത്തിൽ MC ജോസഫൈന് തൊട്ടുമുൻപ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ശ്രീമതി KC റോസക്കുട്ടി. ശ്രീമതി KC റോസക്കുട്ടിയാണ് കേരളത്തിൽ MC ജോസഫൈന് തൊട്ടുമുൻപ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തി. സ്നേഹക്കൂട് എന്ന കേരള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവരിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരെയാണ്?
സ്നേഹക്കൂട് എന്ന കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവരിൽ ഏത് വിഭാഗത്തിൽ ഉൾപ്പെട്ടവരെയാണ്? ആൻസർ ഓപ്ഷൻ സി. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിച്ചവർ. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിച്ചവരെയാണ് സ്നേഹക്കൂട് എന്ന കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ISROയുടെ ആദിത്യ L1 ദൗത്യത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായവ ഏതെല്ലാം? ISROയുടെ ആദിത്യ L1 ദൗത്യത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി. 3 മാത്രം. സൂര്യൻ്റെ അടുത്തുള്ള L4 ലാഗ്രാഞ്ച് പോയിന്റിലാണ് ഉപഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത്. സൂര്യൻ്റെ അടുത്തുള്ള L4 ലാഗ്രാഞ്ച് പോയിന്റിലാണ് ഉപഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ തെറ്റുത്തരത്തിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം നമുക്ക് നോക്കാം. സൂര്യൻ്റെ അടുത്തുള്ള L1 ലാഗ്രാഞ്ച് പോയിന്റിലാണ് ഉപഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത്. സൂര്യൻ്റെ അടുത്തുള്ള L1 ലാഗ്രാഞ്ച് പോയിന്റിലാണ് ഉപഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത്. ഗാസ യുദ്ധം സംബന്ധിച്ച് ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏതാണ്? ഗാസ യുദ്ധം സംബന്ധിച്ച് ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അഥവാ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ. ഒന്നാമത്തേതും രണ്ടാമത്തേതും മാത്രം. 1. ഗാസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഉച്ചകോടി 2025 ഒക്ടോബർ 13 ഈജിപ്തിലെ ഷരം അൽ ഷൈലിയിൽ നടന്നു. ഗാസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഉച്ചകോടി 2025 ഒക്ടോബർ 13 ഈജിപ്തിലെ ഷരം അൽ ഷൈഹിയിൽ നടന്നു. 2. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്തിലെ പ്രസിഡന്റ് അബ്ദേൽ ഫത്ത അൽ സിസിയുമാണ് അധ്യക്ഷത വഹിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈജിപ്തിലെ പ്രസിഡന്റ് അബ്ദേൽ ഫത്ത അൽ സിസിയുമാണ് അധ്യക്ഷത വഹിച്ചത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി. ഉള്ളൊഴുക്ക്. ഉള്ളൊഴുക്കാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത്. 2025 ഫിദെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത് ആരാണ്? 2025 ഫിദെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി. ദിവ്യ ദേശ്മുഖ്. ദിവ്യ ദേശ്മുഖാണ് 2025 ഫിദെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത്. ഇന്ത്യയിലെ ആദ്യ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഇന്ത്യയിലെ ആദ്യ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ എ. ഹൈദരാബാദ്. ഹൈദരാബാദിലാണ് ഇന്ത്യയിലെ ആദ്യ ഓപ്പൺ റോക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ്? ഇന്ത്യയിലെ ആദ്യ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി. മലപ്പുറം. മലപ്പുറമാണ് ഇന്ത്യയിലെ ആദ്യ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേര് എന്താണ്? മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി. ഗഗൻയാൻ. ഗഗൻയാനാണ് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേര്. 2028 ഒളിമ്പിക്സ് വേദി എവിടെയാണ്? 2028 ഒളിമ്പിക്സിൻ്റെ വേദി എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ. ലോസ് ആഞ്ചലസ്. ലോസ് ആഞ്ചലസ് ആണ് 2028 ഒളിമ്പിക്സിൻ്റെ വേദി. സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതുദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിനുദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി. വയോ അമൃതം. വയോ അമൃതമാണ് സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാനുദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതി. വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കാക്കി 2025 കേരള ജ്യോതി പുരസ്കാരത്തിനർഹനായ ചിത്രകാരൻ കൂടിയായ വ്യക്തി ആരാണ്? വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കാക്കി 2025
കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായ ചിത്രകാരൻ കൂടിയായ വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി M.R. രാഘവ വാര്യർ. M.R. രാഘവ വാര്യരാണ് വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കൂടി കണക്കാക്കി 2025 കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായത്. 2025 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാര്? 2025 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ സന്തോഷ് കുമാർ. സന്തോഷ് കുമാറാണ് 2025 വയലാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. ഇന്ത്യയുടെ G20 പ്രസിഡൻസിയുടെ പ്രമേയം എന്താണ്? ഇന്ത്യയുടെ G20 പ്രസിഡൻസിയുടെ പ്രമേയം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി. ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി എന്നതാണ് ഇന്ത്യയുടെ G20 പ്രസിഡൻസിയുടെ പ്രമേയം. 2025 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ആരാണ്? 2025 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ജോൺ M. മാർട്ടിനസ്. ജോൺ M. മാർട്ടിനസ് ആണ് 2025 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത്.